സ്തോത്ര അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിന്റെ ഒന്ന് തുടങ്ങി വാക്യം ഒന്ന് വായിക്കാവോ? സാറാമസ്റ്റർ വായിക്കാവോ? അവർ അമ്ഫിപ്പൊലിസിലും അപ്പൊല്ലോയിലും കൂടി കടന്ന് തെസ്സലോനിക്കയിലെത്തി. അവിടെ യഹൂദന്മാരുടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്ന് 3 ശബ്ബത്തിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു. ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടത് എന്നും ഞാൻ നിങ്ങളോട് അറിയിക്കുന്നത് തന്നെ ഈ യേശു തന്നെ ക്രിസ്തു എന്നും തെളിയിച്ച് വിവരിച്ചു കൊണ്ടിരുന്നു. അവരിൽ ചിലരും ഭക്തിയുള്ള യവനന്മാരിൽ ഒരു വലിയ കൂട്ടവും മാന്യ സ്ത്രീകളിൽ അനേകരും വിശ്വസിച്ച് പൗലോസിനോടും ശീലാസിനോടും ചേർന്നു. യഹൂദന്മാരോ അസൂയ പൂണ്ട് മിനക്കെട്ട് നടക്കുന്ന ചില ദുഷ്ടന്മാരെ ചേർത്ത് പുരുഷാരത്തെ ഇളക്കി പട്ടണത്തിൽ കലഹമുണ്ടാക്കി യാസോന്റെ വീട് വളഞ്ഞ് അവരെ ജനസമൂഹത്തിൽ കൊണ്ടുവരുവാൻ ശ്രമിച്ചു. അവരെ കാണാതിരുന്നിട്ട് യാസോനെയും ചില സഹോദരന്മാരെയും നഗരാധിപന്മാരുടെ അടുക്കിലേക്ക് വലിച്ചിഴിച്ചുകൊണ്ട് ഭൂലോകത്തെ കലഹിപ്പിച്ചവർ ഇവിടെയും എത്തി. യാസോൻ അവരെ കൈക്കൊണ്ടുമിരിക്കുന്നു. അവരൊക്കെയും യേശു എന്ന മറ്റൊരുത്തൻ രാജാവെന്ന് പറഞ്ഞുകൊണ്ട് കൈസരുടെ നിയമങ്ങൾക്ക് പ്രതികൂലമായി പ്രവർത്തിക്കുന്നു എന്ന് നിലവിളിച്ചു. ഇത് കേട്ടിട്ട് പുരുഷാരവും നഗരാധിപന്മാരും ഭ്രമിച്ചു. യാസോൻ മുതലായവരോട് ജാമ്യം വാങ്ങി അവരെ വിട്ടയച്ചു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് പൗലോസ് അവിടെ തെസ്സലോനിക്ക എത്തിയ സ്ഥലം പറയുന്നത് ഹാലേലൂയ. അപ്പൊ അവിടെ പറഞ്ഞ അവിടെ യഹൂദന്മാരുടെ പള്ളിയാണ്. പൗലോസ് പതിവ് പോലെ അവരെ അടുക്കൽ ചെന്ന് 3 ശബ്ബത്തിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു. ഹാലേലൂയ. അപ്പൊ പൗലോസ് അവിടെ ചെന്ന് വെറുതെ തർക്കിക്കുകയും വാദിക്കുകയും ഒന്നും ചെയ്തിട്ടില്ല. എന്ത് ചെയ്യുമ്പോഴും തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് തർക്കിച്ചും വാദിച്ചും പോന്നു. ഹാലേലൂയ. എന്തായിരുന്നു പൗലോസിന്റെ ഹാലേലൂയ എയിം? എന്താന്ന് വെച്ചാൽ യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിക്കുക. ഹാലേലൂയ. ഇന്ന് നമ്മുടെയൊക്കെ ഹാലേലൂയ ഉത്തരവാദിത്വം ഇതാണ്. പക്ഷെ നമ്മളൊക്കെ തർക്കിക്കുകയും വാദിക്കുകയൊക്കെ ചെയ്യുന്ന വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ ഒരാൾ നമ്മളോട് ഹാലേലൂയ ഒരു തർക്കത്തിനോ വാദത്തിനോ വന്നു കഴിഞ്ഞാൽ അനാവശ്യ തർക്കങ്ങൾ നമ്മൾ ഒഴിവാക്കി പോകണം. ദൈവത്തിന്റെ വചനം തന്നെയാണ്. പക്ഷേ നമുക്ക് തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് സംസാരിക്കാം. അവരോട് തർക്കിക്കാം, തെളിയിച്ചു കൊടുക്കാം. ഹാലേലൂയ. പല ആൾക്കാർക്കും മനസ്സിലാകത്തില്ല, അത് വേറെ കാര്യം. തിരുവെഴുത്തുകളെ കുറിച്ച് പറയുമ്പം അതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. പക്ഷെ നമുക്ക് നമ്മൾ ഒരാളോട് സുവിശേഷം പറയുമ്പോഴും ഹാലേലൂയ ഒരാളോട് യേശു തന്നെ ക്രിസ്തു എന്ന്, യേശു ദൈവമാണോ എന്ന് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ചോദ്യം നമ്മളിതാണ്, അല്ലേ? പലരും ചോദിച്ചില്ല യേശു ദൈവമാണോ? നമ്മളോട് ചോദിച്ചിട്ടില്ലേ? കാരണം കൂടുതൽ അന്യജാതിക്കാരാണ് നമ്മളോട് ചോദിക്കുന്നത്. ഹാലയിലെ കാരണം വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ മുസ്ലിംസ് അത് ചോദിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരെ പഠിപ്പിച്ചിരിക്കുന്ന അവരുടെ ഖുർആൻ അനുസരിച്ച് യേശു ദൈവമല്ല, യേശു പ്രവാചകനാണ്. അല്ലെ, മറ്റുള്ള പ്രവാചകന്മാരെ പോലെ ഒരു പ്രവാചകൻ എന്ന് മാത്രമേ അവര് വിശ്വസിക്കത്തുള്ളൂ. അപ്പൊ യേശു ദൈവമാണോ എന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവഴുത്തുകളെ ആധാരമാക്കി തന്നെ വേണം നമ്മൾ സംസാരിക്കാനായിട്ട്. ഹാലേലൂയ. അല്ല നമ്മളുടെ ഊഹങ്ങളും കെട്ടുകഥകളും ഹാലേലൂയ മറ്റുള്ള നമ്മുടെ ക്രിസ്ത്യൻ മതത്തിൽ തന്നെ ആ പാരമ്പര്യത്തിന്റെ മതങ്ങൾ പഠിപ്പിക്കുന്ന പോലെ കെട്ടുകഥകളും ഹാലേലൂയ പറയുന്ന തിമോഥെയുസിലെ കിഴവി കഥകളൊന്നും പറഞ്ഞിട്ട് ആരെയും കൺവിൻസ് ചെയ്യാൻ പറ്റത്തില്ല. അല്ല, തിരുവെഴുത്തുകൾ ആധാരമാക്കി തന്നെ സംസാരിക്കണം. ഹാലേലൂയ. അപ്പൊ ഇന്നലെ ഞാൻ അങ്ങനെ ലേഖനങ്ങളിൽ എപ്പോഴോ ട്രെയിനിൽ എന്തോ ഞാൻ വായിച്ചോണ്ടിരുന്നപ്പോ ഞാൻ അതിനകത്ത് വായിച്ചു. ഹാലേലൂയ. അവൻ ആദ്യമേ ഉണ്ടായിരുന്നവൻ, ആദ്യനാണ്. അവൻ സകലത്തിന്റെ ആധാരമായവനാണ്. ഹാലേലൂയ. അപ്പൊ കർത്താവാണ് സകലത്തിന്റെ ആധാരമായവൻ. ഹാലേലൂയ. അപ്പൊ സകല സൃഷ്ടിയുടെ ഉറവിടം, ആരംഭം അവനാണ്. ഹാലേലൂയ. അപ്പൊ യേശു എപ്പോഴാ ഉണ്ടായെന്ന് വെച്ചാൽ ആൾക്കാർ പറയും മറിയുടെ ഉദരത്തിൽ വന്ന് ജനിച്ചപ്പോഴാ യേശു എന്നുള്ള യേശു വന്നതെന്ന്. പക്ഷെ യേശു അങ്ങനെയല്ല, അവൻ ആരംഭത്തിലേ ഉണ്ട്. അവൻ ആദ്യനാണ്. ഹാലേലൂയ. സർവ്വ സൃഷ്ടിയുടെയും ആധാരമായിരിക്കുന്ന കർത്താവ് യേശു ക്രിസ്തുവാണ്. ഹാലേലൂയ. അപ്പൊ അങ്ങനെയുള്ള യേശു ദൈവമാണോ എന്ന് നമ്മളോട് ചോദിക്കുമ്പോൾ ഹാലേലൂയ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ കൃത്യമായിട്ട് അറിയാം. അപ്പൊ പൗലോസ് ഇവിടെ ഹാലേലൂയ തിരുവഴുത്തുകളെ ആധാരമാക്കി അവരോട് സംസാരിച്ചാൽ തർക്കിച്ചും വാദിച്ചും പോകുന്ന കർത്താവ്. നമുക്ക് പൗലോസിനെ കുറിച്ച് നമുക്കറിയാം. പൗലോസ് തന്നെ പറയുന്നുണ്ട് ഹാലേലൂയ ആർക്കും ജഡത്തിൽ പ്രശംസിക്കരുതെന്ന് പറഞ്ഞിട്ട് പൗലോസ് എനിക്കാണെങ്കിൽ അങ്ങനെ ഉണ്ട്, പ്രശംസിക്കാനുണ്ട്. കാരണം ഞാൻ
ആമേൻ. ബെന്യാമീൻ ഗോത്രക്കാരൻ. 8-ാം നാൾ പരിച്ഛേദനയേറ്റം പരീശന്മാരിൽ പരീശൻ. ഹാലേലിയ. ഗമാലിയക്കിന്റെ പാതപെടുത്ത് ന്യായപ്രമാണം മുഴുവൻ. ഹാലേലിയ. പഠിച്ചവൻ. ഹാലേലിയ. എരിവുള്ളവൻ. ഇങ്ങനെയുള്ളവരെ ഹാലേലിയ അവരെ ഉപദ്രവിക്കാൻ മുമ്പിൽ നിന്നവൻ. ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ജഡത്തിൽ പ്രശംസിക്കാൻ അനേകമുണ്ട്. ഹാലേലിയ. എന്നിട്ടും പൗലോസ് പറയുന്ന ഹാലേലിയ, പൗലോസിന് പ്രശംസിക്കാൻ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ക്രൂശ് അല്ലാതെ ഒന്നുമല്ല. ഒന്നുമില്ല. ഹാലേലിയ. നമ്മുടെയൊക്കെ ഹാലേലിയ സ്വഭാവത്തിൽ അതുപോലെ ഉണ്ടാകണം. കാരണം വെച്ചാൽ നമുക്ക് ഹാലേലിയ പ്രശംസിക്കാനായിട്ട് കർത്താവ് തന്ന ഈ കൃപയല്ലാതെ ഒന്നുമില്ല. പല ആൾക്കാരും പലപ്പോഴും പറയാറുണ്ട്, ഞാൻ ഡോക്ടറേറ്റ് ആണ്, അതാണ് ഇതാണ് അനേ ചേനയാന്നൊക്കെ പറഞ്ഞൊരു പ്രശ്നം. പക്ഷേ പൗലോസിന്റെ മുമ്പിൽ അവരാരും ഒന്നുമല്ല. നമ്മളാരും ഒന്നുമല്ല. ഹാലേലിയ. നമുക്ക് പ്രശംസിക്കാനുണ്ടെങ്കിൽ അവന്റെ ക്രൂശിലല്ലാതെ ഒരു പ്രശംസയും ഇല്ല. ഹാലേലിയ. അപ്പൊ നമ്മുടെ തർക്കങ്ങളും വാദങ്ങളും നമ്മുടെ അറിവിലോ ഹാലേലിയ നമ്മുടെ പുകഴ്ചയിലോ ഒന്നിലും ആകരുത്. ഹാലേലിയ. തിരുവെഴുത്തിൽ എന്ത് പറഞ്ഞിരിക്കുക, തിരുവെഴുത്തുകൾ അടിസ്ഥാനമാക്കിയിട്ട് പലപ്പോഴും പലരും പല കാര്യങ്ങളൊക്കെ പറയും, നമ്മൾ ഇഗ്നോർ ചെയ്ത് കളയാറുണ്ട്. ഹാലേലിയ. കാരണം എന്താന്ന് ചോദിച്ചാൽ ഹാലേലിയ അവിടെ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കാനും തർക്കിക്കാനും നിൽക്കേണ്ട കാര്യമില്ലെന്ന് നമുക്കറിയാം. ഹാലേലിയ. ഇവൻ നമ്മൾ പറയാ ചില കാര്യങ്ങൾ ചിലപ്പോഴൊക്കെ ചില മാനുഷിക ആലോചന പോലും നമ്മുടെ നേരെ വരും. ഹാലേലിയ. ഇത് വരുമ്പോൾ പോലും നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്നും തർക്കിക്കാൻ നിൽക്കേണ്ട അതിനകത്ത്. ഇത് ദൈവികമല്ല, ഇത് മാനുഷികം, അല്ലെങ്കിൽ ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് നമ്മൾ പറയാൻ നിൽക്കേണ്ട കാര്യം. നമ്മൾ അതിനെ ഒഴിഞ്ഞു പോയേക്ക്. ഹാലേലിയ. കാരണം ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളിൽ ഹാലേലിയ നമുക്ക് നല്ല ഉറപ്പുണ്ട്. ഹാലേലിയ. ആത്മാവ് എന്താണ് നമ്മളോട് പറയേണ്ടത്, നമ്മളെക്കുറിച്ച് പറയും, നമ്മളെക്കുറിച്ച് കരുതിയിരിക്കും നമുക്കറിയാം. നമ്മൾ ഇതുവരെ കേൾവി ഇല്ലാത്ത പോലത്തെ ഒരു ആലോചന നമ്മുടെ നേരെ വന്നാൽ പോലും നമ്മൾ അതിനെക്കുറിച്ച് തർക്കിക്കാനും വാദിക്കാനും നിൽക്കരുത്. ഹാലേലൂയ. കാരണം അതിനെ നമ്മൾ ഒഴിഞ്ഞു കളയണം. ചില അനാവശ്യ തർക്കം. ഇന്ന് പലപ്പോഴും ശത്രു നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടിടുന്ന കാര്യങ്ങൾ അനാവശ്യമായ തർക്കങ്ങൾ കൊണ്ടുവരാറുണ്ട്. അവിടേക്ക് നമ്മൾ സൗമ്യതയോട് ഹാലേലൂയ സാവധാനതയോട് ഹാലേലൂയ ദൈവത്തിന്റെ തിരുവെഴുത്തുകളെ കുറിച്ച് അവരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഹാലേലൂയ ആമേൻ ഹാലേലൂയ. അപ്പം എന്നോട് വന്ന കുറേ ക്വസ്റ്റ്യൻസ് ആണ്. ഹാലേലൂയ. എൻ്റെ ഒരു സുഹൃത്താണ്, പുള്ളി ബൈബിൾ വായിച്ച് എവിടെയൊക്കെ കുറച്ച് അറിവൊക്കെ ഉണ്ട്. ഹാലേലൂയ. അത് വെച്ചിട്ട് ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ അവിടെ എല്ലാം തിരുവെഴുത്തുകളെ ആധാരമാക്കി നമുക്ക് അറിയുന്ന രീതിയിൽ പറഞ്ഞു. അപ്പം എനിക്ക് പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്കൊന്ന് അയച്ചു തരണേന്ന് പറഞ്ഞു. ഹാലേ ബൈബിളിൽ അങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത്. ഞാൻ ശരി. ഞാൻ പറഞ്ഞു വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ബൈബിൾ ഇപ്പം സത്യവേദ പുസ്തകം മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് വായിക്കാൻ പറ്റും. ഞാൻ തിരുവഴുത്തലിന്റെ പക്ഷേ എനിക്കത് അയച്ചു കൊടുക്കാൻ പറ്റിയില്ല. അത് വേറെ കാര്യം. ഞാൻ പറഞ്ഞു ഇങ്ങനെ എല്ലാം പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളെല്ലാം അയച്ചു തരാമെന്ന് പറഞ്ഞു. ഹാലേലിയ. അപ്പൊ ഇവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ പൗലോസ് അപ്പോസ്തലൻ എന്താണ് നമുക്ക് കാണിച്ചത് മാതൃക. അത് ഹാലേലിയ. അത് കഴിച്ചാൽ ഇവിടെ ഒരു ദിവസം പോയി തർക്കിച്ച് അരമണിക്കൂർ തർക്കിച്ചെന്ന് അരമണിക്കൂർ സംഭാഷിച്ച 3 ശബത്തുകൾ. ഹാലേലിയ. അപ്പൊ 3 ആഴ്ച എടുത്തത് 3 ശബത്തിൽ അവിടെ ചെന്ന് അവരോട് ഹാലേലിയ സംസാരിച്ചു. നമ്മളാണെങ്കിലോ ഞാൻ ഇന്നലെ അതുപോലെ ഇന്നലെ ഞാനിങ്ങനെ ബെന്നിഹിൽ ഒരു പഴയ ഇന്റർവ്യൂ ഹാലേലിയ ഒരു ക്ലിപ്പ് അതിന്റെ ഒരു ഷോർട്സ് ആണ് ഹാലേലിയ. അത് ഞാൻ കണ്ടോണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഞാൻ വല്ലാതെ ഇങ്ങനെ ടച്ച് ചെയ്തു. കാരണം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തോട് ഒരാൾ ഇന്റർവ്യൂ ചെയ്തപ്പോൾ ചോദിച്ചു, നിങ്ങൾ 18 to 19 hours പ്രാർത്ഥിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. ഹാലേലിയ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ 8 to 10 hours ഡെയിലി മുടക്കം കൂടാതെ പ്രാർത്ഥിക്കും. അത് ചിലപ്പോൾ നീണ്ട് 18 to 19 hours വരെ പോയിട്ടുണ്ടാവും. കാരണം എന്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു വെച്ചാൽ അത്രത്തോളം പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ നമ്മുടെ ജഡത്തെ ജയിക്കാൻ നമുക്ക് കഴിയത്തില്ല. ഇന്ന് പലപ്പോഴും എന്താ ജഡം നമ്മളെ പരാജയപ്പെടുത്തുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ ആകെ എല്ലാം കൂടെ എടുത്തു കഴിഞ്ഞാൽ 2 മണിക്കൂർ പോലും വരുമോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. നമ്മൾ ഇരിക്കുന്ന സമയം ഇപ്പൊ 3 മണിക്കൂർ നമ്മളിവിടെ ഇപ്പൊ രാവിലത്തെ പ്രയറിൽ ഇപ്പൊ ഇന്നത്തെ സാറ്റർഡേ എല്ലാവരും സ്പെൻഡ് ചെയ്യാറുണ്ട്. പക്ഷെ ഇതിൽ എത്ര മണിക്കൂർ നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മൾ ആത്മാവിൽ ജാഗരിക്കുന്നു. 8 to 9 hours എന്നൊക്കെ പറയുമ്പം 8 to 9 hours എന്നൊക്കെ പറയുമ്പം അവരും ദൈവവുമായി മാത്രം ഇരിക്കുന്നതിനെ കുറിച്ച് പറയുന്നത്, കൂട്ടായ്മയിലെ പ്രാർത്ഥനയെ കുറിച്ചല്ല.
വ്യക്തിപരമായ പ്രാർത്ഥനയെ കുറിച്ചാണ് പറഞ്ഞു. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഹല്ലേലൂയ ആമേൻ. നമ്മുടെ ടിബി ജോഷുവയെ കുറിച്ച് ഞാൻ പലപ്പോഴും അത്ഭുതത്തോടു കൂടി ഹല്ലേലൂയ നോക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ശുശ്രൂഷകൾ. ഹല്ലേലൂയ ഞാൻ എപ്പോഴും ലൈവ് കാണുമായിരുന്നു. അപ്പൊ ഇത്രത്തോളം ഹല്ലേലൂയ അതോറിറ്റി ഹല്ലേലൂയ യേശു കർത്താവിനെ പോലെ ഏകദേശം യേശു കർത്താവിന് ശുശ്രൂഷയെ നമ്മൾ വായിച്ചറിവാ. അതുപോലെ ഹല്ലേലൂയ നിൽക്കുമ്പോൾ തന്നെ രോഗികൾ ഹല്ലേലൂയ അദ്ദേഹം ഒന്നും പറയാതെ തന്നെ കൈ ഒന്ന് കാണിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഒന്ന് തൊടുമ്പോൾ തന്നെ രോഗികൾ ഇത്ര ആമേ ഹല്ലേലൂയ ആമേ ഹല്ലേലൂയ വലിയ രോഗിയാണെങ്കിലും അവർ ചാടി എഴുന്നേക്ക് നമ്മൾ കാണാറുണ്ട്. അതൊന്നും ട്രിക്കൊന്നും അല്ല, അതൊക്കെ യാഥാർത്ഥ്യമാണെന്ന് ഹല്ലേലൂയ എന്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ എനിക്ക് നേരിട്ട് അനുഭവമാണ്. അപ്പൊ അതുകൊണ്ട് ഹല്ലേലൂയ അങ്ങനെ ആകുമ്പോൾ ഇത് എങ്ങനെ സംഭവിക്കും? പിന്നെ അദ്ദേഹത്തെ കുറിച്ച് പഠിച്ചപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹം ആമേ ശുശ്രൂഷ കഴിഞ്ഞ് ഒരു ദിവസം ഫാമിലി കൂടെ ബാക്കി ദിവസം എല്ലാം പ്രാർത്ഥനാ മുറിയിൽ അല്ലെങ്കിൽ മലമുകളിൽ പ്രാർത്ഥന അല്ലെങ്കിൽ ഹല്ലേലൂയ. അപ്പൊ ആ പ്രാർത്ഥനാ ജീവിതമാണ് ഒരാളെ മാറ്റുന്നത്. നമ്മളൊക്കെ വലിയ പ്രാർത്ഥനക്കാരാണെന്ന് എവിടെയൊക്കെ നമ്മുടെ ഉള്ളിൽ ഒരു തോന്നലുണ്ട്. പക്ഷെ നമ്മൾ ആരും അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒട്ടും പ്രാർത്ഥിക്കുന്ന ആൾക്കാരേ അല്ല. ഓരോ ആൾക്കാർ പണിയാൻ എസക്കൽ ഫ്രാൻസിസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇതുപോലെ ഹല്ലേലൂയ ആമേ അദ്ദേഹത്തിന്റെ അവിടെ ഈ എല്ലാവരും ക്ലാസ്സുകൾക്ക് പോകാറുണ്ട്. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ ഇന്ന് ഉപയോഗിക്കപ്പെടുന്ന പല ശക്തന്മാരെ ദേവദാസന്മാർ അവിടെ പോയി കോഴ്സ് കൂടിയിട്ടുള്ളവർ അവിടെ ഈ പരിശുദ്ധാത്മാ എങ്ങനെ നമ്മൾ ആമേ അതിൽ മൂവ് ചെയ്യാം എന്നൊക്കെ പഠിപ്പിക്കുന്നു. അപ്പം അത് ടിക്കപ്പാസ്റ്റൊക്കെ പറഞ്ഞ അനുഭവമാണ്. അദ്ദേഹം ഓരോ ദിവസം അവിടെ ചെന്ന് നിൽക്കുന്നവർക്കാണ് രാവിലെ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഓരോ ദിവസവും ഓരോരുത്തർ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ 3 മാസം കഴിഞ്ഞു. അപ്പൊ ഒരു ദിവസം ടിക്ക പാസ്റ്റർ പറഞ്ഞാണ് രാവിലെ പുള്ളി രാവിലെ ചായ കാപ്പിയുമായി ചെന്നപ്പോൾ ഹല്ലേലൂയ അദ്ദേഹം മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കപ്പോ കൈകൊണ്ട് കാണിച്ച് അത് വെച്ചോളാൻ പറഞ്ഞു. അവിടെ വെച്ചു. കുറച്ച് ഞാൻ ബ്രേക്ക്ഫാസ്റ്റുമായി ചെന്ന സമയത്ത് കൈകൊണ്ട് കാണിച്ചപ്പോൾ കോഫി അവിടെ തന്നെ ഇരിപ്പുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് അവിടെ വെച്ച്, ഊണും അവിടെ വെച്ച്. അങ്ങനെ 24 മണിക്കൂർ ഹാലിൽ കഴിഞ്ഞിട്ടും ആ മുട്ടുമേലിരുന്ന മനുഷ്യൻ മുട്ടുമേൽ തന്നെ ഇരിക്കും. അവിടെ കൊണ്ടുവച്ച ഒരു സാധനം അദ്ദേഹം എടുത്തിട്ടുമില്ല. ഹല്ലേലൂയ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഇതുപോലെയാണ് ദൈവവുമായി പരിശുദ്ധമായി കണക്ട് ആയി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ മുട്ടുമേൽ നിന്ന് എഴുന്നേക്കാതെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണ് ഹല്ലേലൂയ ആമേ എവിടെ ആമേ ശുശ്രൂഷയ്ക്കായി പുൽപ്പറ്റി കയറി നിൽക്കുന്ന സമയത്ത് അവിടെ ഹല്ലേലൂയ ദൈവം തന്നെ സകലത്തെയും പരിശുദ്ധാത്മ ശക്തി ഇറങ്ങി സകലത്തെയും ഹല്ലേലൂയ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെയൊക്കെ പ്രാർത്ഥനാ ജീവിതം ഹല്ലേലൂയ നമ്മുടെയൊക്കെ ഉള്ളിൽ ഹല്ലേലൂയ എവിടെയൊക്കെ ഞാൻ വലിയ പ്രാർത്ഥനാക്കാരിയാണ്, ഞാൻ ഇത്ര മണിക്കൂർ പ്രാർത്ഥിക്കും ഇത്ര എടുക്കും. പക്ഷെ ഞാൻ പറയും നമ്മൾ ആരും അത് കമ്പയർ ചെയ്തൊക്കെ നമ്മൾ ആരും പ്രാർത്ഥനക്കാരി. നമുക്ക് ഒറ്റയ്ക്ക് എത്ര മണിക്കൂർ ദിവസം ഇരിക്കാൻ പറ്റുന്നു? നമ്മൾ കൂട്ടായ്മ എപ്പോഴും കൂടി പ്രാർത്ഥിക്കും. ചിലപ്പോൾ 1 മണിക്കൂർ 1 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂർ വരെയൊക്കെ നമ്മൾ ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേങ്കിൽ ഒറ്റയ്ക്ക് വ്യക്തിപരമായി നിങ്ങൾക്ക് ദൈവത്തിന് എത്ര നേരം ഇരിക്കാൻ പറ്റും? അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രാർത്ഥന. എനിക്കൊന്നും ഇപ്പൊ പറ്റാറേ ഇല്ല. ഹല്ലേലൂയ അല്പസമയം 10 മിനിറ്റ് 5 മിനിറ്റ് 10 മിനിറ്റ് ഹല്ലേലൂയ അതിലൊക്കെ കൂടുതൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. കാരണം ഇന്ന് നമ്മളെ ആ പ്രാർത്ഥനയിൽ നിന്നെല്ലാം ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു സാധനം മൊബൈലാണ്. എപ്പൊ പ്രാർത്ഥിക്കാൻ വന്നിരുന്നാലും ഇതിങ്ങനെ മെസ്സേജോ കോളോ ഒക്കെ കയറി ഒരിക്കലും ഇല്ലാത്ത കോൾസ് വരെ ആ സമയത്ത് കയറി വരും. ഹല്ലേലൂയ. അപ്പൊ അവിടെയൊക്കെ അതിനെയൊക്കെ ജയിക്കാൻ ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിൽ നിന്ന് ഇച്ചിരി വ്യതിചലിച്ചു എന്ന് എനിക്ക്. പക്ഷേ ഇവിടെ പൗലോസ് അവിടെ ഒരു ദിവസം അല്ല പോയി അവരോട് തർക്കിക്കുകയും വാദിക്കുകയും 3 ശബത്തുകളിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് സംസാരിച്ചു. നമ്മൾ എത്ര പേര് ഒരാളോട് സംസാരിക്കാൻ പോലും കുറച്ച് ദിവസങ്ങളെടുത്ത് പോയി സംസാരിക്കുന്നു. 3 തിരുവെഴുത്തുകൾ അവിടെ പോയി സംസാരിക്കും. ഈ 3 തിരുവെഴുത്തുകൾ 3 ആഴ്ച ഉണ്ട്. ആ 3 ആഴ്ചയും പൗലോസ് ദൈവസന്നിധി ഇത് പ്രാപിച്ചിട്ടായിരിക്കും അവരുടെ മുമ്പിൽ പോയി തർക്കിക്കാൻ വാദിക്കുക, വെറുതെ ആയിരിക്കത്തില്ല. ഹല്ലേലൂയ. അപ്പൊ അവരുടെ പൗലോസിന്റെ ഫോക്കസ് എന്താണ്? ആ ജനത്തെ തൊട്ടടുത്ത് എവിടെയോ ഒരു അധ്യായത്തിൽ വായിച്ചിട്ടുണ്ട്. അവിടെ ഇങ്ങനെ വിഗ്രഹങ്ങൾ 19 അധ്യായം വിഗ്രഹം നിറഞ്ഞിരിക്കുന്ന കണ്ടിട്ട് പൗലോസിന്റെ ഹൃദയത്തിൽ ചൂട് പിടിച്ചു. നമുക്കിതൊക്കെ കണ്ടിട്ട് എത്ര ചൂട് പിടിക്കുന്നുണ്ട്? നമ്മൾ ഇന്ന് എത്രയോ വിഗ്രഹങ്ങളും എത്രയോ ഹല്ലേലൂയ ആൾക്കാർ ഹല്ലേലൂയ അങ്ങനെ നടക്കും ഇങ്ങനെ നടക്കുന്ന എല്ലാം ഞാൻ കഴിഞ്ഞ ദിവസം പറയാം. എറണാകുളത്ത് ചെന്നപ്പോൾ ഞാൻ കണ്ട അനുഭവം ഹല്ലേലൂയ ഒരു 8 മണിയാകുമ്പോൾ ഹല്ലേലൂയ അപ്പനമ്മമാർ പഠിക്കാൻ വിട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളാണ് അതുങ്ങളെല്ലാം ആണും പെണ്ണും വ്യത്യാസമില്ലാതെ റോഡിൽ കൂടെ അത് അങ്ങനെ വന്നതുങ്ങൾ 2 മണി വെളുപ്പിന് 2 മണി വരെ അവിടെ ഉണ്ട്. അവരെല്ലാവരും കൂടി അവർ ഏത് ലോകത്താന്ന് പോലും മറന്നുപോയിട്ട് അവർ റോഡിൽ കൂടെ നടക്കുന്നതും അവർ പോയിട്ട് മയക്കുമരുന്നും ഇതൊക്കെ ഉപയോഗിക്കുന്നത്. ഹല്ലേലൂയ 17 വയസ്സ് തുടങ്ങിയിട്ടുള്ള കുട്ടികൾ, അത് പെൺകുട്ടികളൊക്കെ ഹല്ലേലൂയ ഈ പിള്ളേരുമായിട്ട് തോളെ കൈയിട്ട് കെട്ടിപ്പിടിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ റോഡിൽ കൂടെ നടക്കുകയാണ്. അപ്പൊ നമുക്ക് ഹൃദയം തകർന്നു പോകുന്ന നമുക്ക് തോന്നാറുണ്ട്. ഹല്ലേലൂയ. കാരണം വെച്ചാൽ എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും അവരുടെ പേരൻസ് അവരെ പഠിക്കാനായിട്ട് വിട്ടേക്കുന്നത്. പകൽ ഒരെണ്ണത്തിന് അവിടെ കാണാനില്ല. രാത്രിയാകുമ്പോൾ ഹല്ലേലൂയ സന്ധ്യ കഴിഞ്ഞാൽ അത് ഹല്ലേലൂയ അവിടെ. ഇപ്പോൾ ഞാൻ പറയുന്ന നിയമപാലകർ പോലും അതിനെ നോക്കുന്ന പോലും ഇല്ല.
ശ്രദ്ധിക്കുന്ന പോലുമില്ല അതൊന്നും. ഹാലേലൂയ. ആമേൻ. കാരണം ഇന്നത്തെ കാലത്ത് എല്ലാത്തിനും നിയമത്തിന്റെ ലൂപ്ഹോളുണ്ടോ, അവരുടെ സ്വാതന്ത്ര്യത്തേക്ക് ഒരു കൈ കടത്തിയെന്ന് പറയാൻ അവർ വേണേ തർക്കിക്കും. പക്ഷേ ഇതൊന്നും സ്വാതന്ത്ര്യമല്ല. നമ്മുടെ ഇതിനകത്ത് പറയുന്ന കണക്ക് സ്വാതന്ത്ര്യത്തെ ഹാലേലിയ, ആമേ അവരവരുടെ ഹാലേലിയ, ആമേ എന്താ പറയാ, ഇതിനു വേണ്ടിയിട്ട് അതിനെ മറയാക്കുന്നതാണ്. പേരൻസ് ഒക്കെ കുഞ്ഞുങ്ങളെ പഠിക്കാൻ വിട്ട് കഴിഞ്ഞാൽ അവരുടെ ഉത്തരവാദിത്വം തീർന്നെന്ന് വിചാരിക്കില്ല. അവർ എവിടെയാണ്, എന്ത് ചെയ്യുന്നു, എങ്ങനെ പോകുന്നു, ഹാലേലിയ, അവരെന്തൊക്കെ ആരോടൊക്കെ കൂട്ടുകൂടും, ഇതൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടെ ഉണ്ട്. ഹാലേലൂയ. അപ്പൊ എന്നോട് എന്റെ ഒരു സുഹൃത്തെ പറയാം, മയക്കുമരുന്നിന് വേണ്ടിയിട്ട് അവരെന്തിനും ചെയ്യാൻ തയ്യാറാ കൊച്ചുങ്ങളൊക്കെ. ഇപ്പൊ അതുപോലൊരു അവസ്ഥയെ കൂടെ നിങ്ങളൊക്കെ പോകുന്നത് കണ്ടു. അപ്പൊ അതുങ്ങൾ ആ നടക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഒരു ബോധവും ഇല്ല എന്നുള്ളത്. ഹാലേലൂയ. അതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തെ ചൂട് പിടിക്കണം. ഹാലേലൂയ. കാരണം വെച്ചാൽ നമുക്ക് കഴിയും, എന്ത് കഴിയും, നമുക്ക് അവിടെ ചെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് പറ്റും, പ്രാർത്ഥിക്കാൻ പറ്റും. ഈ ദിവസങ്ങളിൽ നിങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ആരും ചിലപ്പോൾ അവിടെ പഠിക്കുന്നുണ്ടാവില്ല. പക്ഷേങ്കിൽ നമുക്ക് ദൈവം തന്നൊരു ഉത്തരവാദിത്വം, നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ കൺമുൻപിൽ ഇത് കാണുമ്പോൾ ഞാൻ ഇപ്പോഴല്ലേ, നമ്മൾ നേരത്തെ തുടങ്ങി എറണാകുളം പട്ടണത്തിന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. മുടങ്ങാതെ നമ്മൾ പ്രാർത്ഥിക്കും. കാരണം വെച്ചാൽ നെച്ചത് നിറഞ്ഞു നിൽക്കുന്ന ആമേ സത്താനി ആരാധനകൾ നിറഞ്ഞു നിൽക്കുന്ന ആമേ ദുർമാർഗങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പട്ടണമാണ്. സോതോം ഗോമോറ പോലെ ഒരു സ്ഥലമാണ്, നമുക്ക് നേരത്തെ അറിയും. അതുകൊണ്ട് ബന്ധങ്ങൾക്കൊന്നും ഒരു വിലയില്ലാത്ത ആമേ ആമേ ആരെയും വഞ്ചിക്കാനും ആമേ ഇതിനൊക്കെ ആയിട്ട് ഒരു മടിയുമില്ലാത്ത ആ പട്ടണത്തിന്റെ പോക്കാണത്. അവിടെ വാഴുന്ന ശക്തികളുടെ വാഴ്ചയാണത്. അതിനെ ആമീൻ അവിടുത്തെ എത്രത്തോളം ചർച്ചകളുണ്ട്, എത്രത്തോളം അഭിഷിക്തരുണ്ട്. പക്ഷേ അവിടുത്തെ വാഴ്ച ഇപ്പോഴും ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇരുട്ടിന്റെ ആമീൻ ബലം എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്ന നമുക്ക് പറയാൻ പറ്റും. നമ്മൾ നിൽക്കുന്നിടത്ത്, നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ ദേശത്തിൽ വാഴ്ചയ്ക്കാണോ അതിന്റെ ഇരുട്ടിന്റെ ശക്തിക്കാണോ അധികാരം, അതോ നമുക്കാണോ അധികാരം എന്ന് നമ്മൾ നോക്കണം. കാവൽക്കാര രാത്രി എന്തായെന്ന് ദൈവം ചോദിക്കുന്നുണ്ട്. രാത്രി എന്താ വെച്ചാൽ സമയം എത്രയായി എന്നല്ല ചോദിക്കുന്ന. അല്ലെങ്കിൽ നീ നിൽക്കുന്ന പട്ടണത്തിന്റെ ഇരുട്ടിന്റെ ശക്തിയുടെ ബലം എത്രയാണെന്ന് ദൈവം ചോദിക്കുന്നത്. നമ്മൾക്ക് പറയാൻ കഴിയണം. നമ്മളിപ്പോഴും ഞാൻ പ്രാർത്ഥനയിപ്പോഴും പറഞ്ഞ്, നമുക്ക് പോരാട്ടമുള്ളത് ഇടരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിന്റെ അന്ധകാരത്തിന്റെ അധിപതികളോടും സ്വർലോകത്തിന്റെ ദുഷ്ടാത്മ സേനയോടും അത്രേ. എന്നാൽ നമ്മൾ നിൽക്കുന്നിടത്ത വാഴ്ച ഏത്? കഴിഞ്ഞ ഒരു ദിവസം വിജയനിൽ പാസ്റ്റർ മീറ്റിംഗിൽ ചോദിച്ചെങ്ങനെ. അപ്പൊ നമ്മൾ എപ്പോഴും നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടുള്ള വാഴ്ചകളോടും അധികാരം. നമ്മൾ നിൽക്കുന്നിടത്ത വാഴ്ച ഏത്? പലർക്കും അറിയില്ല. പക്ഷെ പലരും ആമെ പറയുന്നതും പ്രസംഗിക്കുന്ന വചനം ഇതാണ്. പക്ഷെ നമ്മൾ നിൽക്കുന്നത് വാഴ്ച അറിയാതെ നമ്മൾ എങ്ങനെ പോരാടുന്നതിനോട്? അപ്പൊ നമ്മൾ നിൽക്കുന്ന ഇടത്തെ വാഴ്ച ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് വേണം നമ്മൾ അതിനോട് പോരാടാനായിട്ട്. നമുക്ക് അതിനെ തോൽപ്പിക്കാൻ ശക്തിയുണ്ടോ എന്ന് ആമീൻ നോക്കണം. ഇല്ലെങ്കിൽ ശക്തി പ്രാപിച്ചിട്ട് വേണം പോരാടാനായിട്ട്. അപ്പൊ ഈ പോരാട്ടം നമുക്ക് ഉണ്ട് എന്ന് തന്നെ തിരിച്ചറിയണം. അത് ഒരു ദിവസം കൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇതിൽ ചിലർക്കൊക്കെ അറിയാം, അവരുടെ ദേശത്ത് നിൽപ്പിക്കുന്ന വാഴ്ച ഏതാന്ന് വെച്ചാൽ അവർ പറയും കൃത്യമായിട്ട്, ഇന്നതാ സിസ്റ്ററെ വാഴ്ചയും കണ്ടിട്ടുണ്ട്, അതിനോട് പോരാടിയിട്ടുണ്ട്, ഞാൻ അതിനോട് പോരാടാറുണ്ട്. ഇതുപോലെ പറയാൻ നമുക്ക് കഴിയണം. അല്ലാതെ ഏതോ എന്തോ എന്നല്ല. നമ്മൾ ആത്മീയരാണ്. എത്ര വർഷമായി നമ്മൾ ആത്മീയതയിൽ വന്നിട്ട് പക്ഷെ നമ്മുടെ ദേശത്തിന്റെ വാഴ്ച ഏതോ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ പോരാട്ടം ആരോടാണ്? എങ്ങനെ നമുക്ക് പോരാടാൻ കഴിയുന്നു? ഓരോ പട്ടണത്തിലും ഓരോ ദേശത്തിലും വാഴ്ചയുണ്ട്. ആ വാഴ്ചകളെ കുറിച്ച് നന്നായി തിരിച്ചറിയണം. നമ്മൾ വെറുതെ ആൾക്കാരോട് തർക്കിക്കുന്നതിനും വാദിക്കുന്നതിനും വായിൽ വരുന്ന എന്തെങ്കിലും വിളിച്ചു പറയുന്നവരായിട്ടല്ല. എന്താണ് ഏതാണ് എന്ന് തിരിച്ചറിഞ്ഞ് തന്നെയായിരിക്കും. ഇവിടെ പൗലോസ് തിരുവഴുത്തിൽ ആധാരമാക്കി അവരോട് തർക്കിച്ചും വാദിച്ചും വന്നു. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചു ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടതെന്നും ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. ഈ യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചു വിവരിച്ചുകൊണ്ടത്. അപ്പം കർത്താവ് യേശു ക്രിസ്തുവിനെ കൊന്നു എന്ന് ചിലപ്പോ യഹൂദന്മാർ വിചാരിക്കും. കർത്താവ് യേശു ക്രിസ്തുവിനെ കൊല്ലാൻ ആർക്കും കഴിയത്തില്ല. കർത്താവ് മരണത്തിന് സ്വയം ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതുപോലെ കർത്താവ് യേശു ക്രിസ്തു മരിക്കുകയല്ല. കർത്താവ് യേശു ക്രിസ്തു നമ്മൾ പറയുകയാണെങ്കിൽ ദൈവത്തിന്റെ കയ്യിലേക്ക് സ്വന്തം ആത്മാവിനെ പരമേൽപ്പിച്ച്
ഇവിടെ കൊടുത്ത ശരീരത്തെ ഹാലേലി ആമേൻ, അത് ആമേ ഹാലേ ആ മരണത്തിലേക്ക് അല്ലെ കർത്താവ് സ്വയം ഏൽപ്പിച്ചു കൊടുത്തു. ഹാലേലിയ. എന്നിട്ട് അതെന്താ, അതങ്ങനെ സംഭവിക്കേണ്ടതായിരുന്നു. അവരുടെ ചിന്ത ഞങ്ങളെ അടിച്ചും തെണ്ണിപ്പിച്ചും കൊന്ന് കുരിശുമേൽ തൂക്കി എന്നൊക്കെ വിചാരിച്ച് സന്തോഷം പൗലോസ് പറയാണ്, ആ കഷ്ടം അനുഭവിച്ച് അങ്ങനെ മരിക്കേണ്ടത് ആയിരുന്നു. അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റിയത്. അതിനൊക്കെ മുമ്പ് നമ്മളെ അമ്മേ ഹാലയിലെ സുവിശേഷങ്ങളൊക്കെ വായിക്കും, പലയിടത്തും എഴുതിയിട്ടുണ്ട്. അവരുടെ സമയം ആയിട്ടില്ലാത്തത് കൊണ്ട് യേശു അവരെ ഒഴിഞ്ഞു പോയി, അല്ലെങ്കിൽ മറിഞ്ഞു പോയി, അല്ലെങ്കിൽ അവിടെ നിന്ന് നടന്നു നീങ്ങിപ്പോയി, അവിടെ നിന്ന് പോയി. പലപ്പോഴും അവർ തള്ളിയിട്ട് കൊല്ലാൻ എടുക്കാനൊക്കെ ശ്രമിച്ചു ഹാലയിലെ, പക്ഷേ സമയം അല്ലാത്തത് കൊണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ശത്രു ഇങ്ങനെ പലപ്പോഴും കെണി ഒരുക്കി ഹാലയെ നമ്മളെ ഹാലയിലെ അവനെ അറ്റാക്ക് ചെയ്യാനൊക്കെ ശ്രമിക്കും. പക്ഷേ ചില സമയം അവനെ അനുവദിച്ചിട്ടുള്ള സമയം അല്ലെങ്കിൽ നമ്മൾ തൊടാൻ പോലും പറ്റത്തില്ല. ഇനി ദൈവം അനുവദിച്ചു കൊടുത്ത സമയമാണെങ്കിൽ നമുക്ക് മാറാനും പറ്റത്തില്ല. മനസ്സിലായിട്ടുണ്ടോ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില നേരങ്ങളിൽ ഹാലയിലിയ ദൈവം ചില സമയങ്ങളിൽ ഹാലയിലിയ ആമേ ചില സമയത്ത് ശത്രുവിനെ അനുവദിച്ചു കൊടുക്കുന്നത്. അപ്പൊ യേശു കർത്താവിനെ പിടിക്കാൻ വന്നവരോടും പറയുന്നത് ഇരുട്ടിന്റെ നാഴിക അത് അവരുടെ സമയം, ദൈവം അവർക്ക് അനുവദിച്ചു കൊടുത്ത സമയമാണ്. ആ സമയത്ത് നമുക്ക് മാറാൻ പറ്റത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? അല്ലാത്ത സമയത്ത് അവർക്ക് വന്ന് പിടിക്കാനോ അറ്റാക്ക് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. ഹലേ ഇവിടെ അതുകൊണ്ട് കർത്താവ് ഏൽപ്പിച്ചു. എന്നിട്ട് ആ യേശു തന്നെയാണ് ക്രിസ്തു. യഹൂദന്മാര് 2 യേശുവിനെ യേശു ആരെന്ന് വെച്ചാല് മറിയയുടെ മകൻ അല്ലെങ്കിൽ ജോസഫിന്റെ മകൻ ഹാലയില് തച്ചൻ ഇതൊക്കെ പറയും. പക്ഷെ ക്രിസ്തു ആരാ? അവര് കാത്തിരിക്കുന്ന അവരുടെ മഷിഹ ഹാലൂയ, അവരുടെ രക്ഷകൻ ഹാലലി ഇത്. പക്ഷെ ഈ യേശു തന്നെയാണ് ക്രിസ്തു എന്ന് അവർ ഒരിക്കലും വിശ്വസിക്കാൻ തയ്യാറല്ല യഹൂദന്മാർ. ഹാലലിയ. യഹൂദന്മാരുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. പക്ഷെ ഈ യേശു തന്നെയാണ് ക്രിസ്തു എന്ന് അവരുടെ മുമ്പിൽ സ്ഥാപിക്കുന്നതായിരുന്നു അപ്പോസ്തലന്മാരുടെ ഏറ്റവും വലിയ ടാസ്ക്. അത് പൂർണ്ണമായും വിജയിച്ചു വെച്ചാൽ ഇന്നും വിജയിച്ചിട്ടില്ല. ഇന്നും ഹാലയിലെ ക്രിസ്തുവിനെ മെശിഹായെ കാത്തിരിക്കാൻ അനേക യഹൂദന്മാരുണ്ട് ഹാലയില്. പക്ഷെ അവർക്കാർക്ക് യേശുവിനെ മെശിഹായിട്ട് അംഗീകരിക്കാൻ ഇന്നും കഴിഞ്ഞിട്ടില്ല. അത് മനസ്സിലാക്കി തന്നത് ഹാലയിലെ അതിനുള്ള ഭാഗ്യം ദൈവം തന്ന നമുക്കാണ്. ഹാലേലിയ. നമുക്ക് പിന്നെ വലിയ ഇതൊന്നും അറിയാത്തത് കൊണ്ടും ഹാലേലിയ, നമ്മൾക്ക് വലിയ ബോധമൊന്നും ഇല്ലാത്തത് കൊണ്ടും വലിയ അമ്മേ ഹാലേലിയ ഇതൊക്കെ ന്യായപ്രമാണമൊക്കെ ഒന്നും അറിയാത്തോണ്ടൊക്കെ ഇത് കേട്ടപ്പം നമ്മൾ വിശ്വസിച്ചു. ഹാലേലിയ ആമേൻ സ്തോത്ര ഹാലേലിയ. അവിടെ അപ്പൊ അത് കഴിഞ്ഞ ശേഷം ഇവിടെ പറയുന്നത് എന്നിട്ട് അവര് ചിലരും ഭക്തിയുള്ള യവനന്മാരും ഒരു വലിയ കൂട്ടവും മാന്യ സ്ത്രീകൾ അനേകരും വിശ്വസിച്ചു. അപ്പൊ അവരിൽ ചിലര് ഭക്തിയുള്ള ഒരു കൂട്ടം യവനന്മാര് ജാതികളാണ് അവര് ഹാലയിലിയ പുറം യഹൂദന്മാരുടെ കൂട്ടത്തിൽ. അപ്പൊ മാന്യ സ്ത്രീകൾ അവരൊക്കെ വിശ്വസിച്ചപ്പോ എന്താ സംഭവിച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ ഹാലയിലൂയ അപ്പം വിശ്വസിച്ചപ്പോഴത്തേന് പൗലോസിനും ശീലാസിനും ചേർന്ന് യഹൂദന്മാര് അസൂയ പൂണ്ട് മിനക്കെട്ട് നടക്കുന്ന ചില ദുഷ്ടന്മാരെ ചേർത്ത് നിർത്തി പുരുഷാർത്ഥികളൊക്കെ പട്ടണത്തിൽ കലഹമുണ്ടാക്കി യാസോന്റെ വീട് വളഞ്ഞ് അവരെ ജനസമൂഹത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. ഇന്ന് ഒരുപാട് പേര് കർത്താവിന്റെ വചനം കേട്ട് രക്ഷയിലേക്ക് വരുവാണെങ്കിൽ മറ്റൊരു കാര്യം എന്റെ കൂട്ടത്തിൽ തന്നെ സംഭവിക്കും. എന്താണെന്നറിയാവോ? അസൂയ പൂണ്ടിട്ട് അവർക്കെതിരായിട്ട് എന്തെങ്കിലുമൊക്കെ കുത്തിപ്പൊക്കലുണ്ടാക്കും, പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എന്തെങ്കിലുമൊക്കെ വീഡിയോയുടെ അടിയിൽ നിന്നൊക്കെ ചുകഞ്ഞെടുത്ത് ട്രോളൊക്കെ ഉണ്ടാക്കി ഗോസിപ്പൊക്കെ ഉണ്ടാക്കി ഇത് അതിന്റെ ഇടയിൽ കൂടെ എല്ലാം വ്യാപരിച്ച് ഹാലിലി. അപ്പം മനുഷ്യർ പറയുമ്പോൾ അവന്റെ വായിൽ നിന്ന് വരുന്ന ചില വാക്കുകൾ ഹാലില് ചിലപ്പം ചില അബദ്ധങ്ങളൊക്കെ പറഞ്ഞെന്ന് വരും. പക്ഷെ അതിനെല്ലാം വളച്ചൊടിച്ച് അത് ഭയങ്കര സംഭവമാക്കി ഇതൊക്കെ ചെയ്യുന്നതിന്റെ കാര്യം എന്താ? അസൂയാണെന്നേ. ഇപ്പൊ പെന്തക്കോസ്തുകാരുടെ ഇടയിൽ തന്നെ ഇരുന്നിട്ട് ഹാലേലിയ ആകപ്പാട് തുടങ്ങുമ്പോൾ ഇപ്പൊ നമുക്ക് 5 പേരേ ഉള്ളു, അല്ല 6 പേരേ ഉള്ളു, 10 പേരേ ഉള്ളു. ദൈവം അത്രേ തന്നിട്ടുള്ളൂ, അത് മതിയെന്ന് വെക്കുമ്പോ അത് അപ്പുറത്തുള്ള ഇപ്പൊ അങ്ങോട്ട് തുടങ്ങിയുള്ളൂ. അവനത് 1000 1500 കയറുന്നത്. എന്തോ ഒരു സംഭവം അവിടെ എന്തോ മറ്റെന്തോ കാര്യമുണ്ടെന്നും പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത കുശും അസൂയൊക്കെ തുടങ്ങിയിട്ടാണ് പലപ്പോഴും ഇതൊക്കെ ഉണ്ടാകും. എനിക്ക് 10 എണ്ണത്തിന് തന്നാൽ 10 മതിയെന്നേ. ദൈവം തന്നാലല്ലേ കയറത്തുള്ളൂ. ഹാലയില്ല ദൈവത്തെ റിയലിസ്റ്റ് പ്രാർത്ഥിപ്പ് പറഞ്ഞ കണക്ക് എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. ഹാലയില കർത്താവിന്റെ അല്ലെങ്കിൽ ആ കർത്താവ് ഹാലയില അവിടെ നിന്നിട്ട് വചനം ഹാലയിലിയ വിളിച്ചു പറഞ്ഞപ്പോഴും കർത്താവിന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞത്. അപ്പൊ ദൈവം കൊടുത്തിരിക്കുന്ന ആടുകളാണ് കൃത്യമായ ശബ്ദം കേട്ട് വരും. ദൈവത്തിന്റെ വചനം അവർ കേൾക്കും.
വിളിച്ചു പറഞ്ഞ വചനം ഇന്നും നമ്മൾ കാണുന്നുണ്ട്. തെരുവോരങ്ങളിൽ അവിടേക്ക് ഇന്ന് വചനം സുവിശേഷിക്കുന്ന അനേകരെ നമ്മൾ കാണാറുണ്ട്. ഈ വചനം സുവിശേഷിക്കും പോകുന്നവരെല്ലാവരും കേൾക്കുമോ? അത് കേൾക്കുന്ന എല്ലാവരും കേൾക്കുമായിരിക്കും അല്ലേ? പക്ഷെ പോകുന്ന എല്ലാവരും ഇത് ഏറ്റെടുക്കുമോ? നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ തന്നെ ആയിക്കോട്ടെ. എത്രയോ പേര് വചനം പറഞ്ഞിട്ടും ഇന്നും അത് കേൾക്കാത്തതിന്റെ കാരണം അത് ദൈവത്തിന്റെ ആടുകളല്ലാത്തോണ്ടാ. കർത്താവിനുള്ളതാണെങ്കിൽ അവരാ ശബ്ദം കേട്ടിരിക്കും, അവര് വന്നിരിക്കും. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കും. അപ്പൊ കർത്താവ് പറഞ്ഞ പോലെ നമുക്കുള്ളതാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ല, വരും. നമുക്ക് നമ്മുടെ കൈ തരാത്തതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. അതുപോലെ ദൈവത്തിന്റെ ആമേ ശബ്ദം കേൾക്കുന്ന ദൈവത്തിന്റെ ആടുകൾ ആ തേയിലേക്കൂടെങ്കിലും എവിടെന്നെങ്കിലും അത് അവരെത്തിയിരിക്കും. എത്രയൊക്കെ പിന്തിരിഞ്ഞ പുറംതിരിഞ്ഞ് നിന്നാലും ആമേ കർത്താവിനുള്ള ആണ്. പിതാവ് കൊടുക്കാതെ ആരും പുത്രന്റെ അടുക്ക് വരത്തില്ല. അങ്ങനെ തന്നെയല്ലേ? ആമേ പിതാവ് ആകർഷിക്കാൻ ആരും പുത്രന്റെ അടുക്ക് വരത്തില്ല. പിതാവ് കൊടുത്ത ആടുകളല്ലാത്ത ആരും ശബ്ദം കേൾക്കുകയില്ലെന്ന് പറഞ്ഞപ്പം പിതാവ് പുത്രൻ കൊടുക്കുന്ന ആടുകളെല്ലാം വരും, അത് കേൾക്കും. അല്ലാതെ നമുക്ക് ആരോടും ജഡത്തിലൊന്നും വിരോധവും പോരാട്ടമൊന്നും തുടങ്ങേണ്ട കാര്യമില്ല. ഇവിടെ അനേകർ അനേക മാന്യ സ്ത്രീകള് ഭക്തന്മാരെ യവനന്മാരെ വിശ്വസിച്ചവരുടെ കൂട്ടം പറയുമ്പോൾ അതാ പറയുന്നത്, ഭക്തന്മാരെ. പിന്നെ ചില യഹൂദന്മാര് ചില അവര് ചിലരുമൊക്കെ ഈ കേട്ട് ഇവരോട് ചേർന്ന് നിന്നപ്പോഴത്തേനും അവിടെ അസൂയുണ്ടായി, കലക്കമുണ്ടായി. അവിടെ പറയുന്ന ആരോപണങ്ങൾ ഒക്കെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ്. പൈസന്റെ ഇവിടെ ചിലരുടെ എന്നിട്ട് പറയുന്നത് അവിടെ പറഞ്ഞ യഹൂദന്മാരെ അസൂയ കൊണ്ട് മെനക്കെട്ട് നടക്കുന്ന ചില ദുഷ്ടന്മാരെ ചേർന്ന് പിടിച്ച. അപ്പൊ അസൂയ പോണ്ടിട്ട് മെനക്കെട്ട് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട് അതിനകത്ത്. ഞാനിപ്പോ ആലോചിക്കാറുണ്ട് നമ്മളിപ്പം ചിലരുടെ പ്രസംഗങ്ങളൊക്കെ എടുത്തിട്ട് അതിൽ നിന്ന് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ചില ഭാഗങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിനു വേണ്ടി തന്നെ മെനക്കെട്ടിരിക്കുന്ന ചില ആൾക്കാരുണ്ട്. പക്ഷേ അവരത് ചെയ്യുമ്പോ എന്താ പറയുക, ഒരു കാര്യം അവരെ ഫുള്ള് ആരംഭം തുടങ്ങി അവസാനം ഒരു പ്രസംഗം കേട്ടാലല്ലേ സിസ്റ്റർ അറിയുന്ന വേണ്ടാത്തേക്ക് എന്തെങ്കിലും പോരായ്മകൾ എടുക്കാൻ പറ്റും. അപ്പൊ അവരിതെല്ലാം കേൾക്കുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കണം. സാറാമ്മ സിസ്റ്റർ പ്രസംഗത്തിൽ എവിടെയാണ് സാറാമ്മ സിസ്റ്റർക്ക് തെറ്റ് പറ്റിയെന്ന് അറിയണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ആരംഭം തുടങ്ങി അവസാനം വരെ അത് കേൾക്കണം. ഉറപ്പാണേ, കേൾക്കണം. കേട്ടാലേ എനിക്കത് അതിന്റെ മിസ്റ്റേക്കുകൾ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ മിസ്റ്റേക്കുകൾ കണ്ടുപിടിക്കുന്ന മനോഭാവത്തോട് ഇത് കേൾക്കാതെ അതിന്റെ നന്മകൾ എടുക്കുന്നത് മനോഭാവത്തിൽ നിന്ന് കേട്ടാൽ എന്താ രക്ഷപ്പെട്ടു പോകുന്നില്ല. ഒരാളുടെ വായിന്ന് വീഴുന്ന തെറ്റി പിടിക്കാനായിട്ട് ഇരിക്കാതെ അതിന്റെ നന്മ എടുക്കാൻ വേണ്ടി ഇരുന്നെങ്കിൽ എന്നെ രക്ഷപ്പെട്ടു പോകത്തില്ല ഇവരൊക്കെ. കാര്യം അപ്പൊ ഇവരുടെയൊക്കെ ഉദ്ദേശം എന്താ? വേണ്ട. അവിടെ പറഞ്ഞ മിനക്കെട്ട്, അസൂയ പൂണ്ട് മിനക്കെട്ട് നടക്കുന്ന. അപ്പൊ ഈ അസൂയ പൂണ്ട് അങ്ങനെ ആൾക്കാരെ കാശ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു ഒരു പുള്ളിക്കാരത്തി ഉണ്ട്, ഈ ക്രിറ്റിസൈസിങ് വീഡിയോ മാത്രം ഇടുന്നു. അവരുടെ വീടിന്റെ താഴത്തെ ഒരാൾ പോയി കമന്റ് ചേച്ചി എന്തായാലും ഇങ്ങനെയും കാശ് ഉണ്ടാക്കുന്നുണ്ടല്ലോ. കാരണം ക്രിറ്റിസൈസിങ് വീഡിയോ ഇട്ട് വ്യൂസ് വന്ന് അവര് യൂട്യൂബിൽ നിന്ന് കാശ് മേടിക്കുന്നത് വെച്ചിട്ടാ. അപ്പം മറ്റുള്ളവരെ കുറിച്ച് കുറ്റാരോപണങ്ങൾ പറഞ്ഞിട്ടെല്ലാം കാശ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പ്രവണത. ഹല്ലേലൂയ. കാരണം ഇന്ന് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ കേൾക്കാൻ ഇഷ്ടം എന്താ? കുറ്റങ്ങളും കുറവുകളാണ്. ഒരാളുടെ നന്മ പറഞ്ഞാൽ കേട്ടിരിക്കുന്നതിനെക്കാട്ടി കൂടുതൽ മറ്റൊരാളുടെ കുറവ് പറഞ്ഞാൽ അല്ലെങ്കിൽ അവർ ശരിയല്ലെന്ന് പറഞ്ഞാൽ കേൾക്കാനായിട്ട് ആൾക്കാർ താല്പര്യം കാണിക്കും. അതുകൊണ്ട് ഇന്നും പറയുന്നതിന്റെ കാര്യം അല്ലേ? ആണോ അല്ലേ? ഒരാളെ അയ്യോ അവര് നല്ലതാണ് സിസ്റ്റർ, അതാണ് സിസ്റ്റർ, അവരിങ്ങനെയാണ് സിസ്റ്റർ എന്ന് പറയുമ്പോൾ കേൾക്കുന്നതിനെക്കാട്ടി കൂടുതൽ സമയം അവരുടെ കുറവുകൾ അവർ ശരിയല്ല എന്ന് പറയുന്നത് കേൾക്കാനായിട്ട് ആൾക്കാർ സമയം സ്പെൻഡ് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അങ്ങനെ പറയാനായിട്ട് ആൾക്കാർ മെനക്കിടുന്നതിന്റെ കാര്യം. ഒരു നല്ല വീഡിയോ ചെയ്ത് നല്ലൊരു വചനം പറഞ്ഞിടുന്നവർക്ക് ഉള്ള വ്യൂസിനെക്കാട്ടി കൂടുതൽ കിട്ടും. മറ്റുള്ള കുറ്റം പറഞ്ഞിരുന്ന വീഡിയോ ഇടാനായിട്ട്. അതുകൊണ്ടാണ് അവരൊക്കെ അതിൽ ഫോക്കസ് ചെയ്ത്. അതുകൊണ്ട് നമ്മുടെ വിഷയമല്ല. യഹൂദന്മാർ അസൂയ കൊണ്ട് മെനക്കെട്ട ചില ദുഷ്ടന്മാരെ ചേർത്ത് പുരുഷാരത്തിലൊക്കെ പട്ടണത്തിൽ കലഹമുണ്ടാക്കി യാസോന്റെ വീട് വളഞ്ഞവരെ ജനസമൂഹത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. എന്നിട്ട് ചില സഹോദരന്മാര് നഗരാധിപതികളിലേക്ക് ഭൂലോകത്തെ ഇവിടെയും എത്തി. ഭൂലോകത്തെ കലഹിപ്പിക്കുന്നവർ ഇവിടെയും എത്തി. നമ്മൾ ഭൂലോകത്ത് പോയിട്ട് നമ്മൾ നിൽക്കുന്ന ഭവനത്തെ ഒന്ന് കലഹിപ്പിച്ച് കർത്താവിലേക്ക് എത്തിക്കാൻ പോയത് നമ്മളെ കൊണ്ടൊന്നും പറ്റിയിട്ടില്ല. ഹല്ലേലൂയ. കാരണം കലഹം ഇവിടെ പറഞ്ഞ അവര് പറയുന്ന വാക്ക് കലഹം എന്നാണെങ്കിലും മറ്റിടത്ത് ചോദിക്കുന്ന ഭൂലോകത്തെ മറിക്കുന്നവർ ഇവിടെ വന്നു. അപ്പം ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരായി മാറണം നമ്മളെന്ന ദൈവം ആഗ്രഹിക്കും. പക്ഷെ നമ്മളൊക്കെ
മറയ്ക്കുന്നത് വേറെന്തൊക്കെയോ ആയിട്ടാണ്. ഹല്ലേലൂയ. എങ്ങനെയാണെന്നുള്ള അറിയത്തില്ല. ഇവിടെ പക്ഷെ ഇവിടെ നമ്മൾ നേരത്തെ യാസോനെ കുറിച്ച് നമ്മൾ കുറച്ച് നമ്മൾ ഒരു മെസ്സേജ് നമ്മൾ പഠിച്ചതാ. ഓർമ്മയുണ്ടോന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എനിക്കറിയത്തില്ല. അല്ലെ, യാസോൻ അവരെ കൈക്കൊണ്ടിരിക്കുന്നു. അവരൊക്കെ യേശു എന്ന മറ്റൊരു രാജാവ് എന്ന് പറഞ്ഞുകൊണ്ട് കൈസറ നിയമങ്ങൾക്ക് പ്രതികൂലമായി പ്രവർത്തിക്കുന്നു നിലവിളിച്ചു. അപ്പൊ ഇവര് പറയുന്നത് കള്ളത്തരമാണ്. അവര് കൈസറ നിയമങ്ങൾക്ക് പ്രതികൂലമായി പ്രവർത്തിച്ചിട്ടില്ല. കർത്താവ് യേശു ക്രിസ്തുവിന് മുമ്പിൽ പോലും യഹൂദന്മാർ ചെന്നിട്ട് കൈസറ ഇത് നാണയം ആരുടെയാന്ന് ചോദിച്ചപ്പോ കൈസർക്കുള്ള കൈസർക്ക്, ദൈവത്തുള്ള ദൈവത്തിന് കൊടുക്കാനാണ് പറഞ്ഞത്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ഇവര് പറയാത്ത ചെയ്യാത്ത കാര്യങ്ങൾ, എന്നിട്ട് യാസോനാണ് അവരെ കൈക്കൊണ്ട് യാസോന്റെ വീട് വളഞ്ഞ്. ഹല്ലേലൂയ. എന്നിട്ട് ഇത് അത് കഴിയുമ്പോൾ താഴോട്ട് വായിക്കാം നമ്മള്. സഹോദരന്മാർ ഉടനെ രാത്രി തന്നെ പൗലോസിനെയും ശീലാസിനെയും ബെരോബയ്ക്ക് അയച്ചു. അവിടെ എത്തിയാറെ യഹൂദന്മാരുടെ പള്ളിയിൽ പോയി അവർ തെസ്സലോനിക്കരുള്ളവരെക്കാൾ ദുഷ്ടമായ വചനം പൂർണ്ണത ജാഗ്രതയെ കൈക്കൊണ്ട് അതിനെ അങ്ങനെ തന്നെയൊന്ന് ദിനംപ്രതി. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് അവിടെ അങ്ങനെ യാസോന്റെ വീട് വളയുന്ന സമയത്ത് അവരെ ഏൽപ്പിച്ചു കൊടുക്കുകയല്ല ചെയ്തത്, അവർ രഹസ്യമായിട്ട് അവിടെ നിന്ന് മാറ്റി. ഹല്ലേലൂയ. അപ്പം യാസോന്റെ വീട് എന്നിട്ട് വേറെ നമ്മൾ വായിക്കുന്നുണ്ട്. അവര് ആ യാസോനെയൊക്കെ വലിച്ചിഴിച്ചു കൊണ്ടുവന്നു. അപ്പം ആ സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ട് ഹല്ലേലൂയ ദൈവത്തിന്റെ സുവിശേഷകന്മാരെ രക്ഷിക്കാനായിട്ടുള്ള ഹല്ലേലൂയ മനസ്സ് കാണിച്ച യാസോൻ. അന്നത്തെ കാലത്ത് വളരെ ശിക്ഷയുള്ള ഭാര്യ, മതപരിവർത്തനം പോലെ ഇന്ന് പറയുന്ന ബില്ലൊക്കെ പാസ്സാക്കുന്നതൊന്നും അല്ല. അന്ന് ഇവര് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വലിച്ചഴിച്ചുകൊണ്ട് അടിക്കുകയും തെന്നിപ്പിക്കുകയും ചിലപ്പോൾ കൊന്നുകളെയൊക്കെ ചെയ്യുന്നിട്ട് പോലും അവരെ കാട്ടിക്കൊടുക്കാനോ അവരെ ഏൽപ്പിച്ചു കൊടുക്കാനോ തയ്യാറായില്ല. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന് വേണ്ടി സ്വന്തം ജീവൻ കൊടുക്കാൻ വരെ തയ്യാറായിരിക്കുന്ന ഒരു കൂട്ടരുടെ ഇടയിലാണ് ഹല്ലേലൂയ അന്നും ആൾക്കാരുണ്ടായിരുന്നു. പൗലോസ് പോലും പറയുന്നുണ്ട് ഹല്ലേലൂയ ശരീരം ജഡത്തിലിരിക്കുന്നത് കാട്ടി ഇഷ്ടം എനിക്കെന്താ വീട്ടിൽ കർത്താവിനോട് ചേരാം. പക്ഷെ ഈ ജഡത്തിൽ ഇരിക്കുന്നത് ഇപ്പൊ ആവശ്യമായതുകൊണ്ട് അപ്പം മരിക്കാൻ പോലും മടിയില്ലാത്ത ഭയമില്ലാത്തൊരു കൂട്ടരായിരുന്നു അന്ന് ഹല്ലേലൂയ ദൈവത്തിന് കർത്താവിന് വേണ്ടി ഇറങ്ങിയതെങ്കിൽ ഹല്ലേലൂയ ഇന്ന് നമ്മളൊക്കെ എവിടെയാ നിൽക്കുന്നത്? നമ്മുടെയൊക്കെ ഹല്ലേലൂയ മരിക്കാൻ പോയിട്ട് ഹല്ലേലൂയ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയത്തിൽ ഇത് താമസം വന്നാൽ തന്നെ അസ്വസ്ഥരാകുന്നവരല്ലേ നമ്മളൊക്കെ. കർത്താവിന് വേണ്ടി കർത്താവ് എങ്ങനെയാ സ്വന്തം ഹല്ലേലൂയ ജീവൻ കൊടുത്ത് നമ്മളെ സ്നേഹിച്ചപ്പോൾ നമുക്കൊക്കെ എങ്ങനെ കർത്താവിനെ സ്നേഹിക്കാൻ കഴിയും? എത്ര നേരം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പേഴ്സണൽ പ്രാർത്ഥനയിൽ തന്നെ എത്ര സമയം നമുക്ക് ദൈവത്തിന് ഇരിക്കാൻ കഴിയുന്നു? ഞാനത് നിങ്ങളോടുള്ള ചോദ്യമല്ലത്, എന്നോട് തന്നെ ഞാൻ ചോദിക്കുന്നത്. ഞാൻ ഇന്നലെ ആ വീഡിയോ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കർത്താവെ നമുക്കൊക്കെ എനിക്കൊന്നും അരമണിക്കൂർ തികച്ച് ദൈവസന്നിധിയിൽ ബുദ്ധിപരമായിട്ട് ഇരിക്കാൻ കഴിയുന്നില്ലെന്ന്. ചിലപ്പോൾ നമ്മൾ ബൈബിളൊക്കെ വായിച്ചുകൊണ്ട് കുറെ സമയമൊക്കെ ഇരിക്കാറുണ്ടാവും. പക്ഷെ ആ വായന ദൈവവുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണോ എന്ന് നമുക്ക് നോക്കണം. കർത്താവിന്റെ ആത്മാവിൽ നമുക്ക് ജാഗരിക്കാൻ കഴിയുന്നുണ്ടോ? അതുപോലെ പ്രാർത്ഥിക്കാൻ, അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ നമുക്ക് ഇന്ന് സാധിക്കുകയാണെങ്കിൽ ഞാൻ പറയും അവർ ചെയ്ത പോലെ നമുക്ക് ചെയ്യാൻ കഴിയും. ജഡത്തെ ജയിക്കാൻ നമുക്ക് ഇന്ന് പലപ്പോഴും ജഡം നമ്മൾ പലയിടത്തും പരാജയപ്പെടുത്തുക. അതിപ്പോ രോഗമായിട്ടായിരിക്കും, ക്ഷീണമായിട്ടായിരിക്കും, ചില ചിന്തകളായിട്ടായിരിക്കും മനോഭാരത്താലായിരിക്കും. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് വരുന്ന പ്രതികൂലങ്ങൾ നമുക്ക് ജയിച്ചു കയറാൻ കഴിയുന്നില്ല. കഴിയാത്തതിന്റെ കാരണം നമ്മൾ ജഡത്തിൽ ബലഹീനരായത് കൊണ്ട് തന്നെയാണ്. ജഡത്തിനെ ബലഹീനമായിരിക്കുന്ന ജഡത്തിനെ ശക്തീകരിക്കാൻ മറ്റു മാർഗമൊന്നുമില്ല. എന്താണ് പ്രാർത്ഥനയും വചനധ്യാനവും അല്ലാതെ മറ്റൊന്നും കൊടുത്തിട്ട് നമ്മുടെ നമ്മൾ കുറച്ച് മെസ്സേജ് കേട്ടത് കൊണ്ടോ നമ്മൾ കുറച്ച് ശുശ്രൂഷ അനുഭവിക്കാൻ പോയിരുന്നത് കൊണ്ടോ ഒന്നും നമ്മുടെ ആത്മാവ് അടുക്കത്തെ മനുഷ്യൻ ബലപ്പെടത്തില്ല. അതിനെ പുഷ്ടിപ്പെടുത്തണമെങ്കിൽ വചനവും പ്രാർത്ഥനയൊക്കെ തന്നെ. പണ്ട് സാമ്പാത്ര പറഞ്ഞ ഒരു ഉദാഹരണം തന്നെ. നമ്മുടെ ഉള്ളിലെ വെളുത്ത പട്ടിക്കുട്ടിയും നമ്മുടെ പുറമെയുള്ള കറുത്ത പട്ടിക്കുട്ടിയും കൊണ്ടെന്ന് ചോദിച്ചാൽ ആരാണെന്ന് ചോദിച്ചാൽ നമ്മള് എല്ലാവരും വെളുത്ത പട്ടിക്കുട്ടിക്ക് ഞായറാഴ്ച ദിവസം കുത്തിക്കയറ്റി കൊടുക്കും. ബാക്കിയുള്ള 6 ദിവസം പട്ടിണിക്കിടും. പക്ഷെ അല്ലാത്തുള്ള 6 ദിവസം നമ്മൾ പുറത്ത പട്ടിക്കുട്ടിയെ പോറ്റി പുലർത്തുന്നുണ്ട്. അതാണ് എപ്പോഴും ബലപ്പെട്ട് നിൽക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ നമ്മളുടെ അകത്ത മനുഷ്യന് എത്രത്തോളം ശക്തി ഉണ്ടാകുന്നു എന്ന് നമ്മൾ ഈ ദിവസങ്ങളിൽ നോക്കണം. അനാവശ്യ തർക്കങ്ങളിലേക്കല്ല നമ്മൾ പോകേണ്ട. പൗലോസ് നമുക്ക് കാണിച്ചു തന്ന മാതൃക പോലെ നമ്മളോട് ആരെങ്കിലും ചോദിക്കാൻ വന്ന നമ്മൾ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവർക്ക് തെളിയിച്ചു കൊടുക്കത്തേ. ഈ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവർക്ക് തെളിയിച്ചു. നമുക്ക് തിരുവെഴുത്തുകളെ കുറിച്ച് ബോധം വേണം, തിരുവെഴുത്ത് അറിയണം.
ഹാലയിലെ ഇങ്ങനെ വചനം അതിൽ ഉണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഹാലി അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ വചന ധ്യാനത്തിലും പ്രാർത്ഥനയ്ക്കുമായിട്ട് സമയം കണ്ടെത്തണം. നമ്മുടെയൊക്കെ മേൽ ദൈവം നമുക്ക് ഒരു ഉത്തരവാദിത്വം തന്നിട്ടുണ്ട്. ആമേ ഞാൻ എപ്പോഴും പറയുന്ന, ആരെയും വെറും വിശ്വാസിയായിരിക്കും ദൈവം വിളിച്ചിട്ടില്ല. ആമേ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന ആമേ അനേകരും നമുക്ക് ശിഷ്യരാക്കാൻ വേണ്ടി ദൈവത്തിന്റെ ശിഷ്യന്മാരായിട്ട് നമ്മളെ വിളിച്ച ശിഷ്യൻ ഗുരുവിനെ പോലെ ആയിരിക്കണം ഗുരു ആഗ്രഹിക്കുന്ന കാര്യം. ദൈവം അത് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ അതിനായിട്ട് നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം നമ്മുടെ വചന ധ്യാനം നമ്മുടെ അനാവശ്യ തർക്കങ്ങളൊക്കെ മാറ്റിക്കളഞ്ഞുകൊണ്ട് വചന ധ്യാനത്തിലും പ്രാർത്ഥനയിലും ഉറ്റിരിക്കാം. ആമേ ചിലരെയൊക്കെ നമുക്ക് നേടാനുണ്ട്. അവിടെയൊക്കെ നമ്മുടെ നേരെ ശത്രു എപ്പോഴും ആയുധം മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആയുധത്തിന് മൂർച്ചയുണ്ടോ? അവനോട് പോരാടാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മൾ ഇന്നെല്ലാവരും ഞാൻ ഇന്ന് ചോദിച്ചൊരു ചോദ്യം നമ്മളുടെ നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും. നിങ്ങൾ നിൽക്കുന്നിടത്ത വാഴ്ച ഏതാണ്? ഇത് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ ഈ ദിവസങ്ങൾ തിരിച്ചറിയണം. ആ വാഴ്ച തിരിച്ചറിഞ്ഞ് തന്നെ നമ്മൾ അതുപോലെ ചില പട്ടണങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ അവിടുത്തെ വാഴ്ച ഏതാണ്? ഇത് നമ്മൾ തിരിച്ചറിയണം. അതിനോട് നമുക്ക് പോരാടണം. അതിനെ നമ്മൾ പരാജയപ്പെടുത്തണം. ആ പട്ടണത്തിലുള്ള ജനത്തിന്റെ അല്ലെ നമ്മുടെ ദേശത്തുള്ള ജനങ്ങളുടെ ആമെ രക്ഷ നമ്മുടെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുക. ഉത്തരവാദിത്വം നമുക്ക് വേണം. നമ്മൾ കാവൽക്കാരാണെന്നേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഉറങ്ങിപ്പോകരുത്. നമ്മൾ ആമെ ഉണർന്ന് ജാഗരിച്ച് അതിനെ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ആമെ ഈ ദിവസങ്ങളിൽ ശക്തിപ്പെടണം. ശക്തിയില്ല നമുക്ക് പോരാടാൻ പറ്റും. നമ്മൾ ശക്തിപ്പെടണം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.